മെല്ലെ പോകുന്ന ഒരു പസിൽ ഗെയിം. അവസാനത്തോട് അടുക്കുമ്പോൾ ഒരേ സമയം അതിന്റെ വേഗതയും തീവ്രതയും കൂടുന്നു. ഒടുവിൽ അതേ പസിലുകൾ ഒന്നു ചേരുന്നിടത്ത് ഒരു മാന്ത്രിക വലയത്തിൽ അകപ്പെട്ട ഫീൽ. സിനിമയിൽ പറയുന്നത് പോലെ ആർക്കും ഉപകാരമില്ലാത്ത ചില സത്യങ്ങളുണ്ട്. അത്തരത്തിലുള്ള സത്യങ്ങൾ തേടിയുള്ള യാത്രയാണ് കിഷ്കിന്ധാകാന്ഡം. ആസിഫ് അലിയെ നായകനാക്കി ദിൻജിത്ത് അയ്യത്താൻ സംവിധാനം ചെയ്ത കിഷ്കിന്ധാകാന്ഡം പേര് പോലെ തന്നെ കഥാ പശ്ചാത്തലത്തിലും അടിമുടി പുതുമ സമ്മാനിക്കുന്നതാണ്. പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന ഒരു മിസ്റ്ററി ത്രില്ലർ. 3 ബുദ്ധിമാന്മാരായ കുരങ്ങന്മാർ എന്നതാണ് സിനിമയുടെ ടാഗ് ലൈൻ. എന്നാൽ പുരാണത്തിൽ പറയുന്ന കിഷ്കിന്ധയുമായി ഈ സിനിമയ്ക്ക് ഒരു ബന്ധവുമില്ല. കുറച്ചു കാലമായി മലയാള സിനിമയിൽ കാണാത്ത ഒരു അച്ഛൻ മകൻ ബന്ധമാണ് സിനിമ പറയുന്നത്. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച പശ്ചാത്തലം. ഒരു രജിസ്റ്റർ ഓഫീസിൽ വെച്ച് നടക്കുന്ന അജയന്റെ വിവാഹത്തോടെയാണ് സിനിമ ആരംഭിക്കുന്നത്. മുൻ സൈനിക ഉദ്യോഗസ്ഥനായ അപ്പുപിള്ള, മകൻ അജയ് ചന്ദ്രൻ, ഭാര്യ അപർണ, ഒരു റിസർവ്ഡ് ഫോറസ്റ്റിനടുത്തുള്ള വീട്, അപ്പുപിള്ളയുടെ ലൈസൻസ് ഉള്ള തോക്ക് കാണാതാകുന്നതിൽ നിന്നുള്ള സംഭവ വികാസങ്ങളാണ് ചിത്രത്തിൽ. 3 ബുദ്ധിമാന്മാരായ കുരങ്ങന്മാർ എന്ന് പറയുന്നത് പോലെ അപ്പുപിള്ള, അജയ് ചന്ദ്രൻ, അപർണ എന്നീ 3 പേരുടെയും ആംഗിൾ സിനിമയിൽ വ്യക്തമാണ്. സിനിമയുടെ ഓരോ 10 മിനിറ്റും അതിനടുത്ത് എന്താണ് സംഭവിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ എന്താകും പിന്നീട് എന്ന തരത്തിലുള്ള ഐഡിയയോ ക്ലൂവോ ഒന്നും നൽകുന്നില്ല. സിനിമ കണ്ടിരിക്കുന്ന പ്രേക്ഷകന് ഒരു ടൈം ലൂപ്പിൽ അകപ്പെടുന്നത് പോലെയുള്ള ഫീലാണ് ഉണ്ടാവുക. ഓരോ ലൂപ്പിൽ കാണിക്കുമ്പോഴും ഓരോ കഥാപാത്രങ്ങളും അവരുടെ സ്വഭാവങ്ങളും അതിൽ ഡെവലപ്പ് ചെയ്തു വരുന്നുണ്ട്. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ഒരു വലിയ ചോദ്യം നമുക്ക് മുന്നിൽ ഇട്ടുവെച്ചാണ് പോകുന്നത്. രണ്ടാം പകുതി ആ ചോദ്യത്തിനുള്ള ഉത്തരം തേടിയും. ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് വായിച്ചതിനു ശേഷം സംവിധായകൻ ഫാസിൽ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അപ്പുപിള്ളയുടെ കഥാപാത്രം ചെയ്യേണ്ടത് ഏറ്റവും മികച്ച ഒരു നടനായിരിക്കണം എന്നുള്ളതാണ്. പറഞ്ഞു വച്ചതുപോലെ തന്നെ അത് കൃത്യമായ കൈകളിൽ ഭദ്രമാണ്. വിജയരാഘവൻ അത്രയ്ക്കും പ്രേക്ഷകരെ സിനിമയിൽ ഇൻവോൾവ് ആക്കിയിട്ടുണ്ട്. അജയ് ചന്ദ്രന്റെ ആദ്യ വിവാഹത്തെക്കുറിച്ചും ഭൂതകാലത്തെക്കുറിച്ചും വിഷ്വലിയാണ് സംവിധായകൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. വളരെ സമയമെടുത്തുള്ള നറേഷനാണ് ഓരോ സീനിലും. മാത്രമല്ല ജഗദീഷ്, അശോകൻ, നിഴൽകൾ രവി, നിഷാന്ത്, മേജർ രവി എന്നിങ്ങനെ സ്ക്രീനിൽ വന്നു പോകുന്ന എല്ലാ താരങ്ങളും ഓരോരുത്തരും അവർക്ക് നൽകിയ റോൾ അതിഗംഭീരമാക്കിയിട്ടുണ്ട്. ഓരോ ഫ്രെയിമിലും കൊടുത്തിരിക്കുന്ന ഡീറ്റെയിലിംഗും അത്രയേറെ സിനിമയെ സ്വാധീനിച്ചിട്ടുണ്ട്. ദിൻജിത്ത് അയ്യത്താന്റെ ആദ്യ ചിത്രമായ കക്ഷി അമ്മിണിപ്പിള്ളയിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമായാണ് ഈ സിനിമ ഒരുക്കിയിരിക്കുന്നത്. ആസിഫ് അലിയുടെ കരിയറിലെ വഴിത്തിരിവായ കഥാപാത്രങ്ങളിൽ ഒന്നായിരുന്നു കക്ഷി അമ്മിണിപ്പിള്ളയിലേത്. കിഷ്കിന്ധയിൽ മറ്റൊരു വഴിത്തിരിവാണ് സംവിധായകൻ നടന് നൽകിയിരിക്കുന്നത്. മന്ദാരം, ഇന്നലെ വരെ എന്നീ സിനിമകളുടെ കഥകൾ രചിച്ച ബാഹുൽ രമേശ് ആണ് കിഷ്കിന്ധയുടെ രചയിതാവ്. ബാഹുൽ രമേശ് തന്നെയാണ് ചിത്രത്തിന്റെ കഥയും സംഭാഷണവും ഛായാഗ്രഹണവും ഒരുക്കിയിരിക്കുന്നത്. തിരക്കഥാകൃത്തിന്റെ ക്യാമറ കണ്ണുകൾ തന്നെ സിനിമ ഒപ്പിയെടുത്തതിനാൽ കാടിന് നടുവിലെ തറവാടും ലൊക്കേഷനും മനോഹരമായി തന്നെ സിനിമയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. മുജീബ് മജീദിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും പ്രശംസകൾ നേടുന്നുണ്ട്. ഗുഡ്വിൽ എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ജോബി ജോർജ് ആണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഓണക്കാലത്ത് പ്രേക്ഷകർക്ക് തിയേറ്ററിൽ തന്നെ കണ്ടിരുന്ന് ആസ്വദിക്കാൻ കഴിയുന്ന ചിത്രം കൂടിയാണിത്. വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.